വെൽക്കം ടു മാത്സ് ഇന്ത്യ. ഈ വീഡിയോയിൽ ഇന്നത്തെ ടോപ്പിക്കാണ് ക്ലാസ് 9 ചാപ്റ്റർ 1 NCERT ബുക്കിൽ നിന്ന് എക്സസൈസ് 1.2. കഴിഞ്ഞ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ എക്സസൈസ് 1.1 മനസ്സിലാക്കി. 1.1ൽ റേഷണൽ നമ്പറിനെ പറ്റിയാണ് പറയുന്നത്. റേഷണൽ നമ്പർ എന്തായിരുന്നു? റേഷണൽ നമ്പർ റേഷ്യോയുടെ ഫോമിൽ എഴുതുന്ന നമ്പറിനെയാണ് റേഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ 4 റേഷ്യോ നമ്മളെങ്ങനെയാണ് എഴുതുന്നത്? 4:3. ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം. 4/3. ഈ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുന്ന നമ്പേഴ്സിനെ നമ്മൾ കോഷ്യൻ എന്നും പറയും. കോഷ്യൻ. ഈ കോഷ്യൻ്റെ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റേഷണൽ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ Q ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. റേഷണൽ നമ്പർ എന്നുള്ള വേർഡ്സ് വന്നത് റേഷ്യോയിൽ നിന്നാണ്. കാരണം റേഷ്യോയിലാണ് നമ്മൾ എഴുതുന്നത്. ഇതിന് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് പറയുന്നു? ഫോർ എക്സാമ്പിൾ 12/3. നമ്മൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. നമ്മളിങ്ങനെ എഴുതുന്നു, എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് കിട്ടുന്നത്? 4. ഈ 12/3യെ നമുക്ക് 12/3 എന്നും എഴുതാം. അപ്പം നമുക്ക് കിട്ടുന്നതാണ് 4 തന്നെ. ഇതിപ്പോൾ എക്സാക്ട്ലി ഡിവിസിബിൾ ആയിരുന്നു. പക്ഷേ 4/3 അല്ലെങ്കിൽ ഇപ്പോൾ 3:4 നമ്മൾ 3/4 എന്നും എഴുതാം. ഇതിനെ നമുക്ക് 3/4 എന്നും എഴുതാം. ഇതിൻ്റെ അകത്ത് ഇനി ക്യാൻസൽ ചെയ്യാനായിട്ട് അത് കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പം ഇത് തന്നെ ഇതിൻ്റെ ആൻസർ. ഇത് കോമൺ ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്ത് ഇതിൻ്റെ വാല്യൂ എടുക്കാൻ കഴിഞ്ഞത്. ഇതിൻ്റെ അത് കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പോൾ ഇതും കോഷ്യൻ്റ് ആണ്. അപ്പോൾ കോഷ്യൻ്റെ രൂപത്തിൽ, അതായത് റേഷ്യോ ഫോം അല്ലെങ്കിൽ കോഷ്യൻ ഫോം, ഫ്രാക്ഷണൽ ഫോം എല്ലാം എഴുതുന്ന നമ്പേഴ്സിനെയാണ് റേഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇറേഷണൽ നമ്പർ എന്താണ്? ഇറേഷണൽ നമ്പർ ഈ റേഷ്യോ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പറുകളെ ഇറേഷണൽ നമ്പർ എന്ന് പറയുന്നു. റേഷണൽ നമ്പർ നമ്മൾ എഴുതുന്ന ഫോമിനെയാണ് നമ്മൾ P/Q, അതായത് ഇതിൻ്റെ അകത്ത് P ന്യൂമറേറ്ററും Q ഡിനോമിനേറ്ററുമാണ്. അപ്പോൾ ഈ രൂപത്തിൽ എഴുതാൻ കഴിയാത്ത നമ്പറുകളെ നമ്മൾ ഇറേഷണൽ നമ്പർ എന്ന് പറയുന്നു. നമ്പർ ലൈനിൽ റേഷണൽ നമ്പറും ഇറേഷണൽ നമ്പറും കഴിഞ്ഞിട്ട് പിന്നെ വേറെ നമ്പറുകളൊന്നുമില്ല. ഈ നമ്പറുകളെ കളക്റ്റീവ്ലിയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. എ നമ്പർ ഈസ് കോൾഡ് ഇറേഷണൽ ഇഫ് ഇറ്റ് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് P/Q, where P and Q are integers and Q is not equal to 0. P and Q are integers, അതായത് അതിൻ്റെ അകത്ത് ഫ്രാക്ഷൻ നമ്പർ, ഡെസിമൽ നമ്പർ ഒന്നും പാടില്ല, ഇൻറ്റീജേഴ്സ് തന്നെയായിരിക്കണം. റിയൽ നമ്പറിൻ്റെ അകത്ത് ഈ റേഷണൽ നമ്പറും ഇറേഷണൽ നമ്പറും എല്ലാം കൂടിയതാണ് റിയൽ നമ്പേഴ്സ്. ദ കളക്ഷൻ ഓഫ് ഓൾ റേഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറേഷണൽ നമ്പേഴ്സ് ടുഗദർ മേക്കപ്പ് റിയൽ നമ്പേഴ്സ്. നമ്പർ ലൈനിൽ ഈ നമ്പർ ഓരോ പോയിൻറ്റും ഓരോ നമ്പറിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. ഒന്നല്ലെങ്കിൽ റേഷണൽ നമ്പർ അല്ലെങ്കിൽ റേഷണൽ നമ്പർ. എവറി പോയിന്റ് ഓൺ ദ നമ്പർ ലൈൻ റിപ്രസെൻറ്റ് എ യുണീക്ക് റിയൽ നമ്പർ. എല്ലാ പോയിൻറ്റും ഏതെങ്കിലും ഒന്ന് റേഷണൽ നമ്പറോ ഇറേഷണൽ നമ്പറോ റിപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ ഇൻട്രഡക്ഷനായിട്ട് ഈ 1.2ൽ. ഇനി നമുക്ക് എക്സാമ്പിൾ ചെയ്യാം ആദ്യം, അതിനുശേഷം അതിനോടനുബന്ധിച്ച് എക്സസൈസ് ചെയ്യാം. എക്സാമ്പിൾ 3. ലൊക്കേറ്റ് √2 ഓൺ ദ നമ്പർ ലൈൻ. √2 നമ്പർ ലൈനിൽ റിപ്രസെൻ്റ് ചെയ്യാൻ ആദ്യം നിങ്ങൾക്ക് റേഷണൽ നമ്പർ റിപ്രസെൻ്റ് ചെയ്യാൻ വെച്ചാൽ അതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. നമ്പർ ലൈൻ വരച്ചു. ഇനി ഒരു യൂണിറ്റ്
എത്ര സെൻറ്റിമീറ്ററാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും മെൻഷൻ ചെയ്യുക. 1 യൂണിറ്റ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് 4 സെൻറ്റിമീറ്ററാണ്. 4 സെൻറ്റിമീറ്റർ എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വലുതായിട്ട് കാണുകയും ചെയ്യാൻ നമുക്ക് കാണാൻ സുന്ദരമായിരിക്കും. ഞാൻ 1 യൂണിറ്റ് 4 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ 4 സെൻറ്റിമീറ്ററിന് ശേഷവും ഞാൻ ഇവിടെ മാർക്ക് ചെയ്യും. നമുക്കാകെ 2 യൂണിറ്റ് മെൻഷൻ ചെയ്തേ. ഇത് ആദ്യത്തെ 0 ആയി, 8 വരുമ്പോൾ 1 യൂണിറ്റ്, 12 വരുമ്പോൾ 2 യൂണിറ്റ്. അപ്പോൾ ഇത് 0 ആണ്, ഇത് 1, ഇത് 2. ഇനി വേണ്ടത് നമുക്ക് ഈ 1 യൂണിറ്റ് 1 ഡിനോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതിന് ഒന്ന് കമ്പാസ് കൊണ്ട് നമുക്ക് ഇങ്ങനെ സെമി സർക്കിൾ വരച്ചിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. അതുകൂടാതെ നിങ്ങളുടെ ബോക്സിലുള്ള സെറ്റ് സ്ക്വയർ, ഇതിനാണ് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. സെറ്റ് സ്ക്വയർ ഇതൊരിക്കലും ഉപയോഗിച്ചിട്ട് ആണല്ലോ നിങ്ങൾ അല്ലേ? പക്ഷേ ഇതിൻ്റെ ഉപയോഗം കൊണ്ട് അധികം ആരും ഉപയോഗിക്കാറില്ല. ഇതിനിങ്ങനെ വയ്ക്കുക, നമ്മൾ ഇങ്ങനെയും വയ്ക്കാം, പിന്നെ ഇങ്ങനെ വയ്ക്കാം. കറക്റ്റായിട്ട് ഈ ലൈനായിട്ട് ശരിക്ക് ഇതായിട്ട് വയ്ക്കണം. അതിനുശേഷം ഈ സ്കെയിൽ ഇങ്ങനെ വയ്ക്കുക. സ്കെയിലിൽ നമുക്ക് 4 സെൻറ്റിമീറ്ററാണ് എടുക്കണേ. കാരണം 4 സെൻറ്റിമീറ്ററിന് 1 യൂണിറ്റായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുകയാണ്. ഞാനിത് മാറ്റി ഇനി വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ഇവിടെ വരും. കറക്റ്റ്. ഇനി ഇതിനെ നമ്മളിങ്ങോട്ട് യോജിപ്പിക്കുക. പേരിടാം ഇതിന് A, B, C. ഇത് 1 യൂണിറ്റാണിത്, ഇതും 1 യൂണിറ്റ്. ഒന്ന് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട്, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ, അപ്പോൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഇതിനൊന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ വാല്യൂ എന്ത് വരും എന്നുള്ളതിന്. ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ എഴുതിയേക്കുക. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1 സ്ക്വയറിൻ്റെ വാല്യൂ 1, റൂട്ട് 2. അതായത് AC-യുടെ ഈ വാല്യൂ, AC-യുടെ ഇവിടം വരെയുള്ള ലെങ്ത്ത് റൂട്ട് 2 യൂണിറ്റാണ്. അഥവാ ഈ ലെങ്ത്തിനെ റേഡിയസ് ആക്കിയിട്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കുകയാണെങ്കിൽ ആ ആർക്ക് എവിടെ വന്നു ചേരുന്നു അതാണ് റൂട്ട് 2. കമ്പാസ് എടുക്കുക. കമ്പാസ് എടുത്തു. കറക്റ്റ്. ഇതാണ് റൂട്ട് 2. ഇതിപ്പോൾ സെറ്റ് സ്ക്വയർ കൊണ്ട് ചെയ്യാൻ പറ്റും. സെറ്റ് സ്ക്വയർ കൂടാതെ നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാം. ആർക്ക് കൊണ്ട് നമ്മൾ ആർക്ക് എങ്ങനെയാണ് വരയ്ക്കുക? പക്ഷേ ആർക്ക് കൊണ്ട് വരയ്ക്കുമ്പോഴെല്ലാം ചിലപ്പോൾ തെറ്റാവാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ കോമ്പാസും അത്ര ശരിയാവണമെന്നില്ല. അതിൻ്റെ അകത്ത് മെജർമെൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പെൻസിൽ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്ക്, അങ്ങനെ പല മിസ്റ്റേക്ക് കൊണ്ടും 90 ഡിഗ്രിയിൽ കറക്റ്റായിട്ട് വന്നിരുന്നില്ല. നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് നമ്മുടെ വരുന്നുണ്ടെന്ന്. കാരണം എൻ്റെ ഈ കമ്പാസിൻ്റെ ഇതുകൊണ്ട് ഇത് ഇച്ചിരി വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കടക്കാരോട് ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ട് വളഞ്ഞില്ല. അവർ പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഇനിയിപ്പോൾ അവരായിട്ട് ആർഗ്യുമെൻ്റ് ചെയ്തിട്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. ഇത് കറക്റ്റായിരുന്നു. ഇത് കറക്റ്റ് 90 ഡിഗ്രിയിൽ വന്നു. ഈ 90 ഡിഗ്രിയിൽ പിന്നെ നമ്മൾ 1 യൂണിറ്റ് എടുത്തിട്ടാണ് ഇത് വരയ്ക്കേണ്ടത്. പിന്നെ വേറൊരു മെത്തേഡ് ഇതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ടോപ്പ് സീക്രട്ടാണ്. പക്ഷെ ഞാനിവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പോവാണ്.
ഈ എല്ലാ സ്കെയിലുകളിലും നിങ്ങൾ ഓരോ നമ്പർ ഈ ലൈൻ കാണുന്നില്ല ഈ മാർക്കിംഗ് എപ്പോഴും അതിൻ്റെ പെർപെൻഡിക്കുലർ ആണ്. അതായത് ഈ സ്കെയിലിങ്ങിനാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ മാർക്കിംഗ് വരുന്നത്. ഈ മാർക്കിങ്ങിൽ ഈ ലൈൻ കറക്റ്റായിട്ട് ഈ ലൈനിൽ അങ്ങ് വയ്ക്കുക, എന്നിട്ട് വരയ്ക്കുക. പിന്നെ സ്കൂളിൽ ഇങ്ങനെ ഈ ആർക്ക് വരച്ചിട്ട് 90 ഡിഗ്രി ആക്കണം എന്നുള്ളവർക്ക്, അഥവാ നിങ്ങളുടെ സ്കെയിൽ എല്ലാം തെറ്റായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ആർക്കൊന്നും വരയ്ക്കേണ്ട, ആർക്ക് വരച്ചേക്കുക. അതിനുശേഷം ഇവിടെ ഈ സ്കെയിൽ വെച്ചിട്ട് ആദ്യം ഇത് വരച്ചതിന് ശേഷം ഇങ്ങനെ 2 ക്രോസ് അങ്ങ് ചെയ്തേക്കാം മെല്ലനെ. അപ്പോൾ നിങ്ങളുടെ കാര്യം നടന്നോളും. ഇത് തെറ്റൊന്നുമല്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പഠിത്തത്തിന് ഓരോരോ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ പ്രൂഫ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. പ്രൂഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്സ് കിട്ടില്ല. പിന്നെ ചില സ്കൂളിൽ പ്രൂഫ് ചെയ്യേണ്ടെന്ന് പറയും, പ്രൂഫ് ചെയ്യാൻ പറഞ്ഞ് പ്രൂഫ് ചെയ്തേ പറ്റൂ. അപ്പോൾ എക്സാമ്പിൾ 3 ഇവിടെ തീർന്നു. ഇനി എക്സാമ്പിൾ 4ലേക്ക് കിടക്കാം നമുക്ക്. എക്സാമ്പിൾ 4. ലൊക്കേറ്റ് √3 ഓൺ ദ നമ്പർ ലൈൻ. ആദ്യത്തെ പ്രോസസ്സ് ഈ പ്രാവശ്യം ഞാൻ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പ്രോസസ്സ് നമ്പർ ലൈൻ ഡ്രോ ചെയ്യുക. ഞാൻ ഈ പ്രാവശ്യം ഒരു യൂണിറ്റ് എനിക്ക് 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. കാരണം ഇവിടെ ഇച്ചിരി സ്പേസ് കുറവാണ്. സ്പേസ് കുറവുമ്പോൾ നമ്മൾ ഒത്തിരി വലുതായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഈ പ്രൂഫ് ചെയ്യലും ഞാൻ ഇച്ചിരി ചെറുതായിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്താണ്? ആദ്യമായിട്ട് നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുക. നമ്പർ ലൈൻ വരയ്ക്കാൻ പോവാണ്. നമ്പർ ലൈനിൽ പിന്നെ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓരോ യൂണിറ്റ് എടുക്കണം. നമ്പർ ലൈൻ വരച്ചു. 1 2 3 യൂണിറ്റായി, 3 സെൻറ്റിമീറ്ററായി. 1 2 3 സെൻറ്റിമീറ്ററായി. 1 2 3 സെൻറ്റിമീറ്ററായി. ഇനി ഇത് 0 ആണ്, 1 ആണ്, 2 ആണ്. ഇവിടെ ഒരു പോയിന്റിൽ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി ഞാൻ ഇട്ടു. ഇതെല്ലാം ഇടുമ്പോൾ നമ്മുടെ ആ മെജർമെൻറ്റിലെല്ലാം ഒത്തിരി വ്യത്യാസം വരും. ഏതായാലും ഇനി ഇതിൽ പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പം 3 സെൻറ്റിമീറ്ററിൻ്റെയാണ് ഒരു യൂണിറ്റ്. അത് ആദ്യം നമ്മൾ √2 വരച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് √3 വരയ്ക്കാനുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ വീണ്ടും വരച്ചിട്ടുള്ളൊരു ഇതാണ്. സ്പൈറൽ മെത്തേഡല്ല. സ്പൈറൽ മെത്തേഡ് ഇതിൻ്റെ പുറകെ ഞാൻ സ്പൈറൽ മെത്തേഡും കാണിക്കും നിങ്ങളെ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആദ്യം നമുക്കൊരു പെർപെൻഡിക്കുലർ 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ലൈൻ ആദ്യം ഈ സ്കെയിലിലെ മാർക്കിങ് നേരെയാണെന്ന് നോക്കുക. നേരെയാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. 3 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ. ഞാൻ ഇവിടെ കുറച്ച് താഴത്തേക്ക് പോയി. ഇനി പേരിടാം. PQR. ഇത് പെർപെൻഡിക്കുലറാണ്. അടുത്തത് ആർക്ക് വരയ്ക്കുക. ആർക്ക് വരച്ചതിന് ശേഷമാണ് ഞാൻ പ്രൂഫ് ഒന്നിച്ച് ചെയ്തോളാം ഞാൻ. ഓക്കെ, ഇത് √2 ആണ്. ആദ്യം ഇതിൻ്റെ പ്രൂഫ് ചെയ്യാം അല്ലേ. പ്രൂഫ് ചെയ്യുന്ന ഓൾറെഡി മുകളിൽ ചെയ്ത അതേ രീതി തന്നെയാണ്. PQ is equal to square root of QR square plus PR square. ഇത് 1 യൂണിറ്റ് ആണ്, ഇത് 1 യൂണിറ്റ് ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, 1 പ്ലസ് 1 √2. ഇതിൻ്റെ വാല്യൂ PQൻ്റെ വാല്യൂ √2 ആണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള വാല്യൂ √2 ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് നമ്മൾ വീണ്ടും മാർക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് √3 കിട്ടും. നമ്മുടെ പെർപെൻഡിക്കുലർ വരയ്ക്കാനായിട്ട് തന്നെ ഞാൻ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഇതും പെർപെൻഡിക്കുലർ തന്നെയാണ്. അതിൻ്റെ അകത്ത് കള്ളക്കളികളൊന്നുമില്ല. പക്ഷെ സ്കൂളിൽ ടീച്ചേഴ്സും സമ്മതിക്കണമെന്നില്ല കേട്ടോ. ത്രീ സെൻറ്റിമീറ്റർ. ഇനി ഇതിനെ ജോയിൻ ചെയ്യുക.
പേരിട്ടേക്കാം PQRST. പ്രൂഫ് ചെയ്ത് നോക്കാം ആദ്യം. അതിനുശേഷം QSൻ്റെ വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. QS ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് QT സ്ക്വയർ. എവിടെ നിന്ന്? ഇവിടെ Q ആണ്, ഇവിടെ T ആണ്. ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ള ദൂരം എന്താണ്? √2 ആണ്. QT സ്ക്വയർ പ്ലസ് ST സ്ക്വയർ. ഇത് 1 യൂണിറ്റ് തന്നെയാണ് നമ്മൾ എടുത്തത്. ST സ്ക്വയർ. QT സ്ക്വയറിൻ്റെ വാല്യൂ √2 ആണ്. √2ൻ്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഏത് അൺറൂട്ട് നമ്പറിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഹോൾ നമ്പർ കിട്ടും. അപ്പോൾ √2 എക്സാമ്പിൾ ഇത് √2 ആണ്. √2 ഇൻറ്റു √2 നമുക്ക് 2 കിട്ടും. ഇത് ഇനി മുന്നോട്ട് നിങ്ങൾക്ക് പഠിക്കാനുമുണ്ട്. ഏത് അൺറൂട്ട് നമ്പറിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഹോൾ നമ്പർ, ഇത് ഹോൾ നമ്പർ അല്ലേ, 2 ഹോൾ നമ്പറാണ്. ഹോൾ നമ്പർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 2 ആണ് പ്ലസ് 1. അപ്പോൾ നമുക്ക് √3 കിട്ടും. √3 ആയിരുന്നല്ലോ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ QSൻ്റെ വാല്യൂ √3 ആണ്. √3 യൂണിറ്റ് ആണ്. നമ്മൾ ഇവിടുന്ന് ഒരു ആർക്ക് അങ്ങ് വരയ്ക്കുവാണെങ്കിൽ നമ്മുടെ കാര്യം നടന്നു. നമ്മളതിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് √3 ആണ്. അപ്പോൾ √2 √3 ലൊക്കേറ്റ് ചെയ്യാൻ, നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഇനി സ്പൈറൽ മെത്തേഡ് അതും പഠിപ്പിക്കാം. സ്പൈറൽ മെത്തേഡിൽ √2 √3 √4 വരെ നമുക്ക് എടുക്കാം. അങ്ങനെ കുറേ എടുക്കാൻ പറ്റും. പിന്നീട് നിങ്ങൾ എടുത്തേക്കുക. സ്പൈറൽ മെത്തേഡിൽ √2 എടുക്കാൻ, √2 √3 ഇതെല്ലാം എടുക്കാൻ പഠിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആദ്യം ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. ഞാൻ 3 യൂണിറ്റ് വെച്ച് എടുക്കാം. 4 യൂണിറ്റ് ഒത്തിരി വലുതാണ്. അപ്പോൾ 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഇവിടെ നമ്മൾ എടുക്കാം. ഇത്രയും മതി. ഇത് 0, 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്. ഇനി നമുക്ക് കൺസ്ട്രക്ഷൻ തുടങ്ങാം. ഇത് 1 യൂണിറ്റായി. 1 യൂണിറ്റിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ വരയ്ക്കാനുള്ള ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് ഇതിനെ ജോയിൻ ചെയ്യുക. ഇവിടെ ഞാൻ പ്രൂഫ് ചെയ്യുന്നില്ല, ഓൾറെഡി പ്രൂഫ് ചെയ്ത് നിങ്ങളെ കാണിച്ചതല്ലേ, ഇനി പ്രൂഫ് ചെയ്യുന്നില്ല. ഇനി നേരെ ആ സ്പൈറൽ ഇത് വരച്ച് കാണിക്കും. നിങ്ങളെ പേരിട്ടേക്കാം. ഇതിൻ്റെ ABC. ആദ്യത്തെ ആർക്ക്. ഈ ആർക്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾ കമ്പാസ് ഒന്ന് ഒത്തിരി ബലമായിട്ടൊന്നും പിടിച്ചേക്കരുത്. അപ്പോൾ ഇത് √2 ആണ്. ഇതിൻ്റെ വാല്യൂ √2 ആണ്. AC-യുടെ വാല്യൂ. ഇത് പേരെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ഇടാവുന്നുള്ളൂ. ഞാൻ ഇതിനെ മെല്ലനെ ഒന്ന് തിരിക്കുകയാണ്. ഇനി അടുത്ത പെർപെൻഡിക്കുലർ എത്രയാണ് വേണ്ടത്? നമുക്ക് 3 സെൻറ്റിമീറ്റർ. അതെന്തുകൊണ്ടാണ്? 3 സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പെൻസിൽ ഒന്ന് ഇവിടെ വെച്ചേക്കുക. അതിനുശേഷം പെൻസിൽ കൊണ്ട് ഈ സ്കെയിൽ കൊണ്ടുപോയിട്ട് അടുപ്പിച്ചാൽ മതി. ഈ ലൈൻ നേരെയാണെന്ന് നോക്കണം, കറക്റ്റ് ലൈനിൽ ഫിക്സ് ആയിട്ട് വരണമെന്ന് നോക്കണം. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇവിടം വരെ ആണ്. ഇനി ഇതിനെ ജോയിൻ ചെയ്യുക. അടുത്ത ആർക്ക് വരയ്ക്കുക. പേര് ഞാൻ പിന്നീട് ഇടാം. √3 കിട്ടി. ABC വരെയായി. ഇതിനെ നമ്മൾ D എന്നിട്ടേക്കാം. ഇത് √3. ഇനി അടുത്ത ഒന്നുകൂടി തിരിക്കുകയാണ്. ഇതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം.
അടുത്ത പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഈ ലൈൻ ശരി, ആദ്യം നമ്മളിവിടെ പെൻസിൽ വെച്ചത്, പെൻസിൽ വെച്ചതിന് ശേഷം ഈ ലൈനിൽ കറക്റ്റായിട്ട് വയ്ക്കുക. ഇത് കറക്റ്റായിട്ടുണ്ട്. വീണ്ടും മാർക്ക് വരയ്ക്കുക. പേരിട്ടേക്കാം. ഇ സിയുടെ വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, കമ്പാസ് ആദ്യം ശരിക്ക് വെപ്രാളപ്പെടാതെ വളരെ സാവകാശത്തിൽ അവിടെ കൊണ്ട് വയ്ക്കുക. അങ്ങനെ ഇത് റൂട്ട് 2 വന്നിങ്ങനെ. ഇവിടുത്തെ വാല്യൂ എന്താണ്? ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ √3 കഴിഞ്ഞിട്ട് √4 വരും. √4 = 2 ആണ്. √4 നിങ്ങൾ ഒരു നമ്പറിൻ്റെ റൂട്ട് എടുക്കുക. √4 = 2 ആണ്. 2ൽ വന്ന് നമ്മുടെ കൺസ്ട്രക്ഷൻ ശരിയാണ്. ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് സ്പൈറൽ മെത്തേഡും യൂസ് ചെയ്യാം. സ്കൂളിൽ എന്ത് പറയുന്നു ആ മെത്തേഡിന് യൂസ് ചെയ്യാം. എക്സസൈസ് 1.2 ക്വസ്റ്റ്യൻ നമ്പർ 3. Show how √5 can be represented on the number line. ആദ്യം ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. ഞാൻ ഒരു യൂണിറ്റ് 3 സെൻറ്റിമീറ്ററാണ് ഉദ്ദേശിക്കുന്നത്. ഒരു യൂണിറ്റ് 3 സെൻറ്റിമീറ്റർ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്ര വേണം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കുക. ഒന്ന് രണ്ട് മൂന്ന് 1 2 3 1 2 3. ഇത് 0 ആണ്. 1 2 3 2 യൂണിറ്റിനുള്ള ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചോ പ്രൊട്ടക്ടർ ഉപയോഗിച്ചോ സ്കെയിൽ വെച്ചിട്ട് ഈ രീതിയിൽ വരയ്ക്കാവുന്നുള്ളൂ. ഇതിനെ ജോയിൻ ചെയ്യുക. പേരിടാം. എ ബി സി. നമുക്ക് എ സിയുടെ വാല്യൂ ആണ് എടുക്കേണ്ടത്. എ സിയുടെ വാല്യൂ എടുത്തിട്ട് എ സിയുടെ എത്ര ലെങ്ത് ഉണ്ടോ അത്രയും വലിയൊരു ആർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ കിട്ടും. എ സിയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. എ സി = സ്ക്വയർ റൂട്ട് ഓഫ് AB² പ്ലസ് BC². എ ബിയുടെ വാല്യൂ ഇത് 1 യൂണിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1² പ്ലസ് BC². ബി സിയുടെ വാല്യൂ എന്താണ്? ഇത് 1 യൂണിറ്റ്, ഇത് 2 യൂണിറ്റ്. അപ്പോൾ 2 യൂണിറ്റ് ഇതിൻ്റെ വാല്യൂ 2² 1² പ്ലസ് 4 1 + 4 യു വിൽ ഗെറ്റ് √5. അപ്പോൾ നമുക്ക് എ സിയുടെ വാല്യൂ √5 ആണ് കിട്ടിയിരിക്കുന്നത്. എ സിയുടെ ലെങ്ത് അതായത് √5 യൂണിറ്റ് ആണ്. ഇനി ഈ ലെങ്തിനെ എടുത്തിട്ട് നമ്മളൊരു ആർക്ക് വരച്ചിട്ട് ഈ ലൈനിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് √5 കിട്ടും. √5 എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്ന് കിട്ടും. ഇതാണ് √5. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമിനും കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ 1-ലെ മിക്ക ക്വസ്റ്റ്യൻസും വരാറില്ല. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉള്ളതാണ് വരാറില്ല. പക്ഷേ അതിൻ്റെ ബേസിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒത്തിരി ചെയ്യണം.
അപ്പോൾ ഈ എക്സസൈസുകൾ തീർന്നതിന് ശേഷം ചാപ്റ്റർ 1 എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് ഞാൻ ഇടും. അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുക, അതിനെ പ്രാക്ടീസ് ചെയ്യുക. തികച്ചും അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതോടുകൂടി നമ്പർ ലൈനിൽ അൺറൂട്ട് നമ്പർ ലൊക്കേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തീർന്നു. എക്സാമ്പിളും തീർന്നു, എക്സസൈസിലെ ക്വസ്റ്റ്യനും തീർന്നു. ഈ എക്സസൈസിൽ ഇനി 2 ക്വസ്റ്റ്യൻസ് കൂടി ബാക്കിയുണ്ട്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എവറി റേഷണൽ നമ്പർ ഈസ് എ റിയൽ നമ്പർ. റേഷണൽ ഇറേഷണൽ നമ്പേഴ്സിനെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് റിയൽ നമ്പർ. അതുകൊണ്ട് എല്ലാ ഇറേഷണൽ നമ്പറും റിയൽ നമ്പറിൽ വരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എവറി പോയിന്റ് ഓൺ ദ നമ്പർ ലൈൻ ഈസ് ഓഫ് ദ ഫോം ഓഫ് m ഈസ് എ നാച്ചുറൽ നമ്പർ. ഞാൻ കുറേ നാച്ചുറൽ നമ്പർ എഴുതി കാണിക്കാം. 1, 2, 9, 10. ഈ നാച്ചുറൽ നമ്പറിൽ ഇപ്പോൾ റൂട്ട് എം എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പർ എന്നാണ് പറയും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് റൂട്ട് എടുക്കാൻ നോക്കാം. ഇങ്ങനെ റൂട്ട് എടുക്കുമ്പോൾ ഞാൻ പ്രത്യേക നമ്പറിൻ്റെ മാത്രം എഴുതുന്നു. റൂട്ട് 4ൻ്റെ നമുക്ക് 2 കിട്ടും, റൂട്ട് 9ൻ്റെ നമുക്ക് 3 കിട്ടും. ഇതെന്താണ്? ഇത് റേഷൻ നമ്പറിൽ വരുന്നു. ഇത് താഴെ വണ്ണുണ്ട്, റേഷൻ നമ്പറിൽ വരുന്നു. അപ്പോൾ എവറി പോയിൻ്റ് ഓൺ ദ നമ്പർ ലൈൻ ഈസ് എ ഫോം ഓഫ് റൂട്ട് എം. അത് തെറ്റാണത്. കാരണം അതിൻ്റെ അകത്ത് റേഷൻ നമ്പേഴ്സും ഉണ്ട്. അതുകൊണ്ട് എല്ലാം ഈ ഫോമിൽ വരുന്നില്ല, ഈ രൂപത്തിൽ എല്ലാ നമ്പറും വരുന്നില്ല. തേർഡ് ക്വസ്റ്റ്യൻ, എവറി റിയൽ നമ്പർ ഈസ് ആൻ ഇറേഷണൽ നമ്പർ. എല്ലാ റിയൽ നമ്പറും ഇറേഷണൽ നമ്പറാണ്. എല്ലാ റിയൽ നമ്പറും ഇറേഷണൽ നമ്പറല്ല, അതിൻ്റെ അകത്ത് റേഷണൽ നമ്പറും ഉണ്ട്. റിയൽ നമ്പറിൽ 2 ഭാഗമായിട്ടാണ്, ഒന്ന് റേഷൻ നമ്പർ, മറ്റത് ഇറേഷണൽ നമ്പർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പാർട്ട് കഴിഞ്ഞു. ആർ ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഇറേഷണൽ? If not, give an example of the square root of the number that is a rational. എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇൻറ്റീജർ 4ൻ്റെ സ്ക്വയർ റൂട്ട് ഏതാണ്? 2 ആണ്, അത് റേഷണലാണ്. ഇൻറ്റീജർ റൂട്ട് 9, ഇൻറ്റീജർ 9ൻ്റെ റൂട്ട് എടുത്തതിന് ശേഷം സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ റൂട്ട് 3 ആണ്. അപ്പോൾ ഇത് ഫാൾസ് ആണ്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഇറേഷണൽ അല്ല. യഥാർത്ഥത്തിൽ എത്ര നമ്പേഴ്സ്, അതായത് ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പിന്നെ 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 16 ഞാൻ ഇവിടെ എഴുതാൻ മറന്നുപോയി, 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഈ നമ്പറിൻ്റെ എല്ലാം നമ്മൾ സ്ക്വയർ റൂട്ട് എടുത്തേക്കണമെങ്കിൽ നമുക്ക് കിട്ടും. 93, റൂട്ട് 25യുടെ 5, റൂട്ട് 16ൻ്റെ 4, ഇങ്ങനെ കിട്ടും. അതായത് പെർഫെക്റ്റ് സ്ക്വയർ ഇല്ലാത്ത ഏത് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ എടുത്താലും നമുക്ക് റേഷൻ നമ്പർ കിട്ടില്ല. അതെല്ലാം ഇറേഷണൽ നമ്പറാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇത്രയും ചെയ്തുകൊണ്ട് എക്സസൈസ് 1.2 തീർന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.